നമസ്കാരം, ഡെയിലി ന്യൂസ് അനാലിസിസ് സ്വന്തം നമ്മൾ നോക്കാൻ പോകുന്ന ഹിന്ദു ഡിസ്പ്ലേ ആർട്ടിക്കിൾസ് ആണ്. ഇന്റർനാഷണൽ ഡിസ്കസ് ചെയ്യാനായിട്ട് 4 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ എയർബോൺ റഡാർ സിസ്റ്റംസുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ഈ ഒരു ടോപ്പിക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 ടെക്നോളജിയുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ടെക്നോളജി പറയുമ്പോൾ എസ്പെഷ്യലി ഡിഫൻസ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ കൂടിയാണ്. ഇന്ത്യൻ എയർഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. സോ സെക്കൻഡ് ആർട്ടിക്കിൾ റെയിൽവേ റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് ഗവൺമെന്റ് ഒരു പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഗവേണൻസ് പെർസ്പെക്റ്റീവിലായിരിക്കും നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ദെൻ മൂന്നാമത്തെ ടോപ്പിക് CBI വേഴ്സസ് ED. രണ്ട് ഗവൺമെന്റ് ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് ഒക്കെയാണ് രണ്ടുപേരും. ഈ പറഞ്ഞ CBIയും അതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും. ഈ രണ്ട് ഏജൻസികൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ആ ഒരു ടോപ്പിക്കിനെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇവിടെയും ഇത് ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ബോഡീസ് ആയതുകൊണ്ട് തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഗവേണൻസിന്റെ പെർസ്പെക്റ്റീവിലായിരിക്കും ഈ ഒരു ടോപ്പിക്കിനെ നമ്മൾ പഠിക്കുന്നത്. ദെൻ നാലാമത്തെ ടോപ്പിക് ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ ഇത് തന്നെയാണ്. നമ്മുടെ എഡിറ്റോറിയൽ പേജിൽ സൈഡ് എഡിറ്റോറിയലായിട്ട് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ കൂടിയായിരുന്നു. പ്രൈം മിനിസ്റ്റേഴ്സ് ഇന്റേൺഷിപ്പ് സ്കീം ഈ വർഷത്തെ ബഡ്ജറ്റിനകത്ത് ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം കൂടിയാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ അൺഎംപ്ലോയ്മെന്റ്, സ്കിൽ ബേസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ആണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, ലാക്ക് ഓഫ് പ്രോപ്പർ സ്കിൽസ് എന്നുള്ള കാര്യം. അപ്പോൾ അതിനെ ഒന്ന് അഡ്രസ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ഈ വർഷത്തെ ബഡ്ജറ്റിനകത്ത് ലോഞ്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്നതും അതുപോലെ തന്നെ ഈ ഒരു കഴിഞ്ഞ ദിവസം ഒക്ടോബർ 3 ലോഞ്ച് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട സ്കീമാണ് പ്രൈം മിനിസ്റ്റർ ഇന്റേൺഷിപ്പ് സ്കീം. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ നമ്മൾ ഗവൺമെന്റ് പോളിസി റിലേറ്റഡ് ആയിട്ട് GS പേപ്പർ 2 പോയിന്റ് ഓഫ് വ്യൂലും അതേപോലെ അൺഎംപ്ലോയ്മെന്റ് പെർസ്പെക്റ്റീവ് വരുന്ന കാരണമാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എക്കണോമിക്സിന്റെ റിലേറ്റഡ് ആയിട്ടും പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഈ 4 ടോപ്പിക്കും പഠിച്ചതിന് ശേഷം നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ ഒരു പ്രിലിംസ് ബേസ്ഡ് ആയിട്ടുള്ള MCQ കൂടെ സോൾവ് ചെയ്തായിരിക്കും നമ്മൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ടോപ്പിക് എയർഫോഴ്സ് പ്ലാൻസ് ടു പ്രൊക്യൂർ 12 early warning എയർക്രാഫ്റ്റ് സിസ്റ്റംസ് എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം എനിവേ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതിനു മുമ്പത്തെ ക്ലാസ്സുകളെല്ലാം ഞാൻ പറയുന്ന പോലെ തന്നെ ഒരു വാർത്ത കണ്ടു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ട അതിനകത്ത് കീ വേർഡുകളാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കീ വേർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു എയർബോൺ വാർണിംഗ് സിസ്റ്റംസ് ആണ്, അല്ലെങ്കിൽ എയർലി വാർണിംഗ് സിസ്റ്റം എന്ന് പറയുന്നതിന്റെ ആക്ച്വൽ ഫുൾ ഫോം എന്ന് പറയുമ്പോഴേക്കും എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം. ഓക്കെ, അവക്സ് എന്നുള്ള ഷോർട്ട് ഫോമിൽ അറിയപ്പെടും. എനിവേ അതിന്റെ അറിയപ്പെടുന്ന ഓർത്തിരിക്കുക, എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം. ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് ആ ഒരു ന്യൂസ് പേപ്പറിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്ന നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ 12 പുതിയ എയർക്രാഫ്റ്റ് വാർണിംഗ് സിസ്റ്റത്തിനാണ് ഓർഡർ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് വാർത്ത വന്നിരിക്കുന്നത്. അതെനിവേ ആയിക്കോട്ടെ, ബട്ട് ഓൾറെഡി ഇപ്പം നമുക്ക് നിലവിൽ ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ എയർഫോഴ്സിന്റെ യുദ്ധവിമാനങ്ങളിലൊക്കെ തന്നെ ഇതുപോലുള്ള എയർലി വാർണിംഗ് സിസ്റ്റംസ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി പറയുവാണെങ്കിൽ റഡാർ സിസ്റ്റംസ് ആണ്. നമുക്ക് ആക്ച്വലി റഡാർ സിസ്റ്റംസ് നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളതൊക്കെ തന്നെ ഗ്രൗണ്ട് ബേസ്ഡ് ആയിട്ടുള്ള റഡാർ സിസ്റ്റംസ് ആണ്. പക്ഷേ ഇത് യുദ്ധവിമാനങ്ങളിൽ ആവശ്യമായിട്ട് വരും. ബിക്കോസ് നമുക്ക് ഈ പറഞ്ഞ പോലെ എയർ സ്പേസിൽ നമ്മുടെ ഇപ്പം ഇന്ത്യയുടെ തന്നെ യുദ്ധവിമാനങ്ങൾ ഒരു ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ടൈം തന്നെ മേ ബി എയറിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള നമ്മുടെ ഈ പറഞ്ഞ പോലെ ഈവൻ നമ്മുടെ നെയ്ബറിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ എനിമി ആയിട്ടുള്ള രാജ്യങ്ങളുടെ പോലും ഈ പറഞ്ഞ പോലെ എയർപ്ലെയിനുകൾ, അവരുടെ എയർഫോഴ്സിന്റെ എയർപ്ലെയിനുകൾ ആകാശത്തൂടെ സഞ്ചരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് ഏതൊക്കെ എയർപ്ലെയിൻസ് ആണ് ഈ പറഞ്ഞ പോലെ നിലവിൽ സ്കൈയിലുള്ളത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് അറിയണം. അതുള്ളത് നമ്മുടെ നിയർ ബൈ ആയിട്ടുള്ളത് നമ്മുടെ ഫ്രണ്ട്ലി രാജ്യങ്ങളുടെ എയർക്രാഫ്റ്റുകളാണോ അതോ നമ്മുടെ എനിമി രാജ്യങ്ങളുടെ എയർക്രാഫ്റ്റുകളാണോ, ഐ മീൻ അറ്റാക്കിംഗ് എയർക്രാഫ്റ്റുകളാക്കിയാണോ ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ഒരു റഡാർ ബേസ്ഡ് ആയിട്ട് മീൻസ് ലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള റഡാർ സിസ്റ്റത്തിന് പറയാനായിട്ട് സാധിച്ചു തോന്നിക്കത്തില്ല. ബിക്കോസ് എയർക്രാഫ്റ്റുകളെ സംബന്ധിച്ച് അവരെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, മൊബൈൽ ആയിട്ടുള്ള സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ബേസ്ഡ് ആയിട്ടുള്ള റഡാർ സിസ്റ്റത്തിന് ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റണം എന്ന് നിർബന്ധം നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ബട്ട് ഇങ്ങനെയുള്ള ഒരു എയർപ്ലെയിനുകളിൽ വിച്ച് മീൻസ് ഒരു എയർഫോഴ്സിന്റെ യുദ്ധവിമാനങ്ങളിൽ ഇത്തരത്തിലുള്ള നമ്മൾ നിലവിൽ ഗ്രൗണ്ട് ബേസ്ഡ് ആയിട്ട് ഉപയോഗിക്കുന്ന റഡാർ സിസ്റ്റംസ് ഈ വിമാനങ്ങളിൽ നമുക്ക് ഘടിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ വിമാനം നീങ്ങുന്നതിനൊപ്പം തന്നെ അതിന് ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞ കൃത്യമായിട്ടും സർവെയിൽ ചെയ്യുകയും എന്തെങ്കിലും ഒരു അപകട ഭീഷണി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനെ അറിയിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ തരമുള്ള ഒരു വാർണിംഗ് സിസ്റ്റംസിനെയാണ് നമ്മൾ ഈ എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയാനായിട്ട് സാധിക്കുകയാണ്. ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ ഇതാണ് അതിന്റെ ഒരു ഏകദേശ ഐഡിയ എന്ന് പറയുവാണെങ്കിൽ. നിലവിൽ ഇന്ത്യയിൽ അഞ്ചെണ്ണം ഉണ്ട് ഇത്തരത്തിലുള്ള എയർബോൺ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എയർബോൺ എയർലി വാർണിംഗ് കൺട്രോൾ സിസ്റ്റംസ്. 5 നിലവിൽ ഇന്ത്യയിൽ എയർഫോഴ്സിന്റെ ഭാഗമായിട്ട് ഓപ്പറേഷനിലുണ്ട്. അതിൽ ഏകദേശം 3 തന്നെ നമ്മൾ ഇസ്രായേലിൽ നിന്ന് പ്രൊക്യൂർ ചെയ്തിട്ടുള്ള ഫാൽക്കൺ സിസ്റ്റമാണ്. ഞാനത് അടുത്ത സ്ലൈഡുകളായിട്ട് കാണിച്ചു തരാം. ഫാൽക്കൺ സിസ്റ്റമാണ്, അത് ഇസ്രായേലിൽ നിന്ന് ഇന്ത്യ പ്രൊക്യൂർ ചെയ്താണ്. ബാക്കിയുള്ളവയ്ക്ക് ഈ പറഞ്ഞ നമ്മൾ ഇവിടെ തദ്ദേശീയമായിട്ട് ഇൻഡിജിനസ്ലി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്താണ്, DRDO ഇൻഡിജിനസ്ലി ഡെവലപ്പ് ചെയ്തെടുത്താണ്. അതിന്റെ പേരാണ് നേത്ര സിസ്റ്റം. ഓക്കെ, ഇവിടെ റൈറ്റ് സൈഡിൽ ഈ ഒരു ന്യൂസിൽ റൈറ്റ് പാരഗ്രാഫിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്ത്യൻ എയർഫോഴ്സ് യൂസേഴ്സ് ഈ പറഞ്ഞ ഇസ്രായേലി നിർമ്മിതമായിട്ടുള്ള ഫാൽക്കൺ എയർബോൺ സിസ്റ്റവും അതേപോലെ തന്നെ നമ്മുടെ DRDO നിർമ്മിതമായിട്ടുള്ള നേത്ര സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് വിശദമായിട്ട് അടുത്ത സ്ലൈഡുകളിൽ കാണാം. എനിവേ, എന്താണ് എയർബോൺ എയർലി വാർണിംഗ് കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർക്രാഫ്റ്റിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു റഡാർ സിസ്റ്റമാണ്, ഒരു മൊബൈൽ ആയിട്ടുള്ള റഡാർ സിസ്റ്റമാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അത്തരത്തിൽ നമ്മൾ 12 എണ്ണമാണ് നമ്മൾ പ്രൊക്യൂർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് നമ്മളത് വർദ്ധിച്ചു വരുന്ന നമ്മുടെ മിലിറ്ററി സ്ട്രാറ്റജീസിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെ
നമ്മുടെ മിലിറ്ററി അല്ലെങ്കിൽ എയർഫോഴ്സിനെ അപ്ഗ്രേഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഓർഡറുകളൊക്കെ തന്നെ നമ്മൾ കൊടുക്കുക എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. എനിവേ വാട്ട് ആർ എയർബോൺ എയർലി വാർണിംഗ് സിസ്റ്റംസ് ചോദിച്ചു കഴിഞ്ഞാൽ ദീസ് ആർ ഐസ് ഇൻ ദ സ്കൈ. ഞാൻ പറഞ്ഞ റഡാറിനെയാണ് ഐസ് എന്ന് ബേസിക്കലി വിശേഷിപ്പിക്കുന്നത്. അവ സഞ്ചരിച്ചുകൊണ്ട് അല്ലെങ്കിൽ എയർക്രാഫ്റ്റുകൾ ഘടിപ്പിക്കുന്നതുകൊണ്ടിട്ടാണ് ഐസ് ഇൻ ദ സ്കൈ ആയിട്ട് എയർബോൺ എയർലി വാർണിംഗ് സിസ്റ്റത്തിനെ അറിയപ്പെടുന്നത്. ദിസ് എയർബോൺ റഡാർ സിസ്റ്റംസ് മൗണ്ടഡ് ഓൺ എയർക്രാഫ്റ്റ് ഫോർ സ്കാനിങ് ആൻഡ് സർവൈലൻസ് ആക്ടിവിറ്റീസ്. ഇത് 360 ഡിഗ്രി പറഞ്ഞ മീൻസ് കംപ്ലീറ്റ് റൊട്ടേഷൻ ചുറ്റുപാട് കംപ്ലീറ്റ്ലി പറഞ്ഞ പോലെ സ്പാൻ ചെയ്യാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള സിസ്റ്റംസ് ആണ് ഇത്തരത്തിലുള്ള എയർലി വാർണിംഗ് സിസ്റ്റംസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ കറന്റ് എയർഫോഴ്സിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഭാഗമായിട്ട് 5 എയർലി വാർണിംഗ് സിസ്റ്റംസ് എയർബോൺ എയർലി വാർണിംഗ് സിസ്റ്റം ഉപയോഗിക്കാറുണ്ട്. ഇതിൽ 3 ഈ പറഞ്ഞ ഫാൽക്കൺ സിസ്റ്റമാണ്, ഇസ്രായേൽ നിർമ്മിതമായിട്ടുള്ള സിസ്റ്റമാണ്. ബാക്കി ഈ പറഞ്ഞ പോലെ നമ്മുടെ DRDO നിർമ്മിതമായിട്ടുള്ള DRDO നിർമ്മിതമായിട്ടുള്ള സിസ്റ്റത്തിന്റെ പേരാണ് നേത്ര എയർബോൺ സിസ്റ്റം, എയർബോൺ എയർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം. ഇൻഡിജിനസ് ഡെവലപ്ഡ് ബൈ DRDO ആണ്. ഇത് നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിച്ചത് നമ്മുടെ പാകിസ്ഥാനിലെ ബാലക്കോട്ട് ആക്രമണം ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് ഈ DRDOയുടെ നേത്ര സിസ്റ്റം ഉപയോഗിച്ചെന്നുള്ള കാര്യം ഓർക്കുക. എംബ്രർ എയർക്രാഫ്റ്റിൽ ഇത് കറന്റ് മൗണ്ടഡ് ആണ്. ആക്ച്വലി അതിന്റെ പിക്ചറാണ് ഈ ഒരു പടത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ആ ഒരു ലെങ്ത് കൂടിയ വിമാനം എംബ്രർ എയർക്രാഫ്റ്റ് ആണ്. അതിൽ ഈ പറഞ്ഞ പോലെ അതിന്റെ മുകളിലായിട്ട് ചെറിയൊരു ഡാർക്ക് കളറിൽ ഒരു എലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഘടിപ്പിച്ച് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് ബേസിക്കലി നമ്മുടെ ഈ ഒരു എയർബോൺ എയർലി വാർണിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഈ ഫാൽക്കണും നേത്രയും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഇസ്രായേൽ നിർമ്മിതമായ ഫാൽക്കൺ സിസ്റ്റം ആണ്. ബിക്കോസ് ആക്ച്വലി ഒരു എയർലി വാർണിംഗ് സിസ്റ്റത്തിനെ സംബന്ധിച്ച് അതിന്റെ കൃത്യമായിട്ടുള്ള അഡ്വാൻറ്റേജ് കിട്ടണമെങ്കിൽ 360 ഡിഗ്രി സർവൈലൻസ് ഉണ്ടാകണം. ഈ രണ്ടെണ്ണത്തിനകത്ത് ആ 360 ഡിഗ്രി സർവൈലൻസ് ഉള്ളത് ഫാൽക്കൺ സിസ്റ്റത്തിനാണ്. നമ്മുടെ നേത്ര സിസ്റ്റത്തിനെ പറയുവാണെങ്കിൽ 240 ഡിഗ്രിയാണ് അതിന് സർവൈലൻസ് സിസ്റ്റം ഉള്ളത്. അത് ഈ പാരഗ്രാഫിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ആ റൈറ്റ് സൈഡിലെ പാരഗ്രാഫിൽ കണ്ടോ, നേത്ര സിസ്റ്റം ഈ പറഞ്ഞു ഫാൽക്കൺ സിസ്റ്റം വിൽ പ്രൊവൈഡ് 360 ഡിഗ്രി കവറേജ് ആണ്. നേത്ര പ്രൊവൈഡ് ചെയ്യുന്നത് 240 ഡിഗ്രി കവറേജ് ഓഫ് എയർ സ്പേസ് ആണ്. അപ്പോൾ കുറച്ചൊരു അഡ്വാൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫാൽക്കൺ തന്നെയാണ്. ബട്ട് വി ആർ ഇംപ്രൂവിങ്, നമ്മളത് ഓരോ സ്റ്റേജായിട്ട് ഇംപ്രൂവ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റേജിൽ നേത്ര ഈ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഒരു 360 ഡിഗ്രി സർവൈലൻസ് ആക്കി മാറ്റാൻ പറ്റും. ബട്ട് കറന്റ് നേത്ര എന്ന് പറയുന്നത് 240 ഡിഗ്രി കവറേജ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് മെയിൻലി ആ ഒരു ആർട്ടിക്കിളിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒരു പ്രിലിംസിന്റെ ബേസ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. എന്താണ് എയർബോൺ എയർലി വാർണിംഗ് സിസ്റ്റം എന്ന് മനസ്സിലാക്കിയിരിക്കുക. നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ്, ഫാൽക്കണും നേത്രയാണ്. ഫാൽക്കൺ ഇസ്രായേൽ നിർമ്മിതമാണെന്നുള്ള കാര്യം മറക്കാതെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. സെന്റർ റിസോഴ്സ് റെയിൽവേ റിക്രൂട്ട്മെന്റ് പോളിസി എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു ആർട്ടിക്കിൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് UPSC ആസ്പിറൻസിനാണെങ്കിലും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു ആർട്ടിക്കിൾ കൂടിയാണ്. ബിക്കോസ് നമ്മൾ ഇതിന് മുമ്പത്തെ ഒരു ഘടകം ഇതിനകത്ത് ആ ഒരു ഫീച്ചറിലേക്ക് ഞാൻ കടന്നു വരാം. ബിക്കോസ് എന്തുകൊണ്ടാണ് സന്തോഷകരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വാർത്തയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യൻ റെയിൽവേ മാനേജ്മെന്റ് സർവീസ് എന്ന് പറയുന്ന റെയിൽവേയുടെ ഒരു ഗ്രൂപ്പ് A സർവീസ് ആണ്. പിന്നെ മുതൽ ഈ ഒരു സർവീസിന്റെ ഭാഗമായിട്ട് ഓൾറെഡി ഗവൺമെന്റ് അത് UPSCയുടെ സിവിൽ സർവീസിന്റെ ഭാഗമായിട്ട് തന്നെ അതിന്റെ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തുമെന്ന് പറഞ്ഞാലും കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഇനി മുതൽ ആ ഒരു ഇന്ത്യൻ റെയിൽവേ മാനേജ്മെന്റ് സർവീസിലേക്ക് റിക്രൂട്ട്മെന്റുകൾ നമ്മുടെ സിവിൽ സർവീസ് എക്സാമിലൂടെയും അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിലൂടെ ആയിരിക്കും നിലവിൽ അതിനകത്തോട് ചെയ്യാൻ പോകുന്നത്. ഒബ്വിയസ്ലി നമ്മുടെ ആണെങ്കിലും വേക്കൻസികളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ചെറിയൊരു അപ്ഗ്രഡേഷൻസ് ഒക്കെ വരാനായിട്ടുള്ള ചാൻസസ് ഉള്ളതും നമുക്ക് നല്ലൊരു കാര്യമായിട്ട് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. ഇനി എന്തിനാണ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകുന്നത്, സെൻട്രൽ റിസോഴ്സ് റെയിൽവേ റിക്രൂട്ട്മെന്റ് പോളിസിയിലേക്ക് ഒരു നീക്കത്തിലേക്ക് പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും റെയിൽവേനെ കുറിച്ചുള്ള ഇഷ്യൂസിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റെയിൽവേയിൽ വർദ്ധിച്ചു വരുന്ന ആക്സിഡന്റുകളുടെ ഡേറ്റ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടങ്ങളിലൊക്കെ വരുമ്പോഴേക്കും ഇത്തരത്തിൽ റെയിൽവേയിൽ വർദ്ധിച്ചു വരുന്ന ആക്സിഡന്റുകളുടെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനക്കാരുടെ ഷോർട്ടേജസ് ആണ്. ഓക്കെ, ലാക്ക് ഓഫ് മാൻ പവർ ആണ്. ഓക്കെ, ഇത്തരത്തിൽ ഈ പറഞ്ഞാൽ മതിയായിട്ടുള്ള ആളുകളുടെ എണ്ണമില്ല. അതുകൊണ്ട് തന്നെ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ ഓവർലോഡഡ് ആയിട്ട് വർക്ക് ചെയ്യുകയും അവർക്ക് ഈ പറഞ്ഞ പ്രോപ്പറായിട്ടുള്ള റെസ്റ്റും കാര്യങ്ങളും കിട്ടാതെ വരികയും ഒക്കെ ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള റെയിൽവേ ആക്സിഡന്റുകൾ, ഹ്യൂമൻ എറർ ഒക്കെ വരാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം. നിലവിൽ ഈ അപ്പോയിന്റ്മെന്റുകളൊക്കെ വൈകാനുള്ള പ്രധാന കാര്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെയിൽവേയിൽ പല പല ഡിപ്പാർട്ട്മെന്റുകളായിട്ടാണ് ഓരോ സെക്ഷൻസ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ റെയിൽവേ എന്ന് പറയുമ്പോൾ ട്രാഫിക് സെക്ഷൻ ഉണ്ട്, സിവിൽ സെക്ഷൻ, സിവിലാണ് മെയിൻലി ആ ട്രാഫിക്കിന്റെ ഈ പറഞ്ഞ മീൻസ് റെയിൽവേ ലൈനിന്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകേണ്ടത്. മെക്കാനിക്കൽ സെക്ഷൻ ഉണ്ട്, ഇലക്ട്രിക്കൽ സെക്ഷൻ ഉണ്ട്, സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ സെക്ഷൻ, സ്റ്റോർ, പേഴ്സണൽ, അക്കൗണ്ട്സ്, ഇങ്ങനെ പല പല സെക്ഷൻസ് ആയിട്ടാണ് ഇപ്പോൾ നിലവിൽ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നത്. ഇവരെല്ലാവരും തന്നെ പറയുവാണെങ്കിൽ ശരിക്കും ഒരു കോർഡിനേറ്റഡ് മാനറിൽ മുന്നോട്ട് പോകുവാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇത് കോർഡിനേറ്റഡ് അല്ലാത്തതുകൊണ്ട് തന്നെ പല സെക്ഷൻസിൽ എത്രത്തോളം വേക്കൻസീസ് ഉണ്ട് എന്നുള്ളത് റിക്രൂട്ട്മെന്റ് ബോഡിക്ക് അറിയാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മിക്കപ്പോഴും ടൈംലി അപ്പോയിന്റ്മെന്റുകളും കാര്യങ്ങളും നടക്കാതെ മുന്നോട്ട് പോകുന്നു, ഈ സ്റ്റാഫിന്റെ ഷോർട്ടേജും കാര്യങ്ങളൊക്കെ വരുന്നു. അതിന് പകരം ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ട്രാഫിക്, സിവിൽ, മെക്കാനിക്കൽ, ഈ സാധനങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുകയാണ്, ഒരു യൂണിഫിക്കേഷനിലേക്ക് കൊണ്ടുവരികയാണ്, ഒറ്റ ഇതിന്റെ കീഴിലേക്ക് കൊണ്ടുവരികയാണ്. അതാണ് ഇപ്പോൾ നിലവിൽ ചെയ്യാനായിട്ട് പോകുന്നത്, ആ ഒരു റെയിൽവേ മാനേജ്മെന്റ് സർവീസ് എന്ന രീതിയിലേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നേരത്തെയും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി ഉണ്ട്. റെയിൽവേസുമായിട്ട് ബന്ധപ്പെട്ട ചില കമ്മിറ്റീസ് നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. പ്രകാശ് തണ്ടൻ കമ്മിറ്റി 1994 രൂപീകരിച്ചതാണ്. അതേപോലെ രാകേഷ് മോഹൻ കമ്മിറ്റി 2001, സാം പിട്രോഡ കമ്മിറ്റി 2012. അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് ബിബൈ ഡിബ്രോയ് കമ്മിറ്റി 2015 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്.
ഇവരെല്ലാം ഇങ്ങനെയുള്ളൊരു കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. എന്നാൽ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് വന്നപ്പോഴേക്കും താമസിച്ചു പോയി. നിലവിൽ അതിന്റെ കാര്യത്തിലേക്ക് ഒരു ഫൈനലൈസേഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ആൻഡ് ഗവൺമെന്റ് ഹാസ് എന്താ പറയുക, ഗവൺമെന്റ് പറഞ്ഞിരിക്കുകയാണ് റിക്രൂട്ടിംഗ് റെയിൽവേ ഓഫീസേഴ്സിന് ഈ പറഞ്ഞ പോലെ സിവിൽ സർവീസ് എക്സാമിലൂടെയും അതുപോലെ എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിലൂടെയും കണ്ടക്ട് ചെയ്യപ്പെടും, മീൻസ് റിക്രൂട്ട് ചെയ്യപ്പെടും എന്നുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. സോ ആൻഡ് ദാറ്റ് ഓൾ ദാറ്റ്സ് അതാണ് ഈ ഒരു വാർത്തയിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. മെയിൻലി ഈ പറഞ്ഞ പോലെ ഇതൊരു എന്താ പറയുക, ഒരു ഷോർട്ട് ഒരു പോയിന്റ് ആണ്. ബട്ട് ഈ ഒരു പോയിന്റ് നമുക്ക് മെയിൻസിന് ഉപയോഗിക്കാൻ പറ്റും, പ്രിലിംസിനല്ല. മെയിൻസിന് ഈ പറഞ്ഞ പോലെ റെയിൽവേയിൽ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ തരുന്ന ചോദ്യങ്ങളിനകത്തൊക്കെ തന്നെ സജഷൻസ് ആയിട്ട് അല്ലെങ്കിൽ വേ ഫോർവേഡ് ആയിട്ട് ഇപ്പോൾ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്ന ഈ ഒരു കാര്യത്തിനെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആ കാര്യത്തിനായിട്ട് ഒന്ന് ഓർത്ത് വെച്ചേ കേട്ടോ. അതിനകത്ത് വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഡേയിൽ ഈ പറഞ്ഞ പോലെ റെയിൽവേയിലെ ആക്സിഡൻസിന്റെ ഡേറ്റ നമ്മൾ പഠിച്ചതും മെയിൻസ് റിലേറ്റഡ് ആണ് പഠിച്ചതും. ഇത് മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാവുന്ന ആർട്ടിക്കിളാണ്. ദെൻ അടുത്ത ആർട്ടിക്കിലേക്ക് നമ്മൾ മൂവ് ഓൺ ചെയ്യണം. ഇതാണ് മൂന്നാമത്തെ ആർട്ടിക്കിൾ, സി ബി ഐയും ഇ ഡിയുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. സി ബി ഐ ആൻഡ് ഇ ഡി പോലീസ് ഡു നോട്ട് അറസ്റ്റ് പീപ്പിൾ ത്രൂ വീഡിയോ കോൾസ് എന്നുള്ള ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. ഈ ഒരു ആർട്ടിക്കിളിനകത്ത് മെയിൻലി ഡിസ്കസ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഏജൻസിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ടുള്ളത്. ബട്ട് വാർത്തയെ ആശ്രയിച്ച് പറയുവാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും, ഒരുപാട് പേർക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, വീഡിയോ കോളുകൾ, ഫേക്ക് ആയിട്ടുള്ള വീഡിയോ കോൾ, വാട്സപ്പ് കോളുകളും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇമെയിൽ ഒക്കെ ആയിട്ട് പലപ്പോഴും വരാറുണ്ട്. ഇന്ന ഭാഗത്ത് നിന്ന് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ സി ബി ഐയുടെ അല്ലെങ്കിൽ ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളെ വിളിക്കുന്നത്. ഐ മീൻ ഈ ഫേക്ക് ആയിട്ടുള്ള യൂണിഫോം ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടായിരിക്കും ഒരുപക്ഷെ വിളിക്കുന്നുണ്ടാവുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഇന്ന കുറ്റം ചെയ്തായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്, നിങ്ങൾക്കെതിരായിട്ട് ഇന്ന കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്, ആ കേസിൽ നിങ്ങൾ ഒഴിവാക്കണമെങ്കിൽ ഇത്ര രൂപ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഫൈനായിട്ട് അടയ്ക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും വിളിക്കുന്നത്. പലരും ഈ പറഞ്ഞ പോലെ ഇത് എന്താ പറയുക, പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഇതൊരു ഫേക്ക് കോളാണ് എന്ന് തിരിച്ചറിയാണ്ട് പലപ്പോഴും പൈസ അടയ്ക്കുകയും ഫൈനായിട്ട് ഈ പറഞ്ഞ പൈസ അടയ്ക്കുകയും പിന്നീടായിരിക്കും ഇത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ കബളിപ്പിക്കപ്പെട്ട വാർത്തയാണ് എന്ന് തിരിച്ചറിയുന്നതൊക്കെ തന്നെ. അങ്ങനെയുള്ള ഇൻസിഡന്റുകൾ നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്നതിന്റെ ഭാഗമായിട്ടാണ് സി ബി ഐയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കൃത്യമായിട്ടും പറഞ്ഞിരിക്കുകയാണ്, സി ബി ഐ, പോലീസ്, കസ്റ്റംസ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓർ ജഡ്ജസ് ഡു നോട്ട് അറസ്റ്റ് പീപ്പിൾ ത്രൂ വീഡിയോ കോൾസ്. വീഡിയോ കോൾസിലൂടെ ഒരാളെ അറസ്റ്റ് ചെയ്യാറില്ല എന്നാണ് കൃത്യമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദ ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ സെഡ് ഇൻ എ പബ്ലിക് അഡ്വൈസറി ഇഷ്യൂഡ് ഇൻ ദ വ്യൂ ഓഫ് റൈസിംഗ് കേസസ് ഓഫ് ഡിജിറ്റൽ അറസ്റ്റ്. അതായത് വീഡിയോ കോളിലൂടെ വന്നിട്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്, നിങ്ങൾ ഇന്ന കുറ്റം ചെയ്തു, നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി ഇത്ര രൂപ ഫൈൻ അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫേക്ക് ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ബിക്കോസ് അവർ സി ബി ഐ, അവർ പോലീസ്, കസ്റ്റംസ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോർ അവർ ജഡ്ജസ് ഡു നോട്ട് അറസ്റ്റ് പീപ്പിൾ ത്രൂ വീഡിയോ കോൾസ്. ആ കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനിയാണ് ഇതിനകത്ത് ഈ വാർത്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആളുകളാണ് സി ബി ഐയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നമുക്ക് പലപ്പോഴും പരീക്ഷയിൽ ആവശ്യം വരുന്നതാണ്. അതുകൊണ്ട് ആ രണ്ട് ഏജൻസിയെ കുറിച്ച് കൃത്യമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കാം. സോ സി ബി ഐ ആൻഡ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതിൽ തന്നെ ഫസ്റ്റ് വൺ സി ബി ഐ ആണ്, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. സി ബി ഐ നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞ പ്രീമിയർ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഓഫ് ഇന്ത്യ ആണ് സി ബി ഐ എന്ന് പറയുന്നത്. രൂപീകരിച്ച് ഈ പറഞ്ഞ പോലെ മിനിസ്ട്രി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷന്റെ കീഴിലാണ് സി ബി ഐ വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി ഈ പറഞ്ഞ പോലെ എന്തിനാണ് തുടക്ക കാലഘട്ടത്തിൽ സി ബി ഐ ലോഞ്ച് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തുള്ള ബ്രൈബറി അതുപോലെ ഗവൺമെന്റൽ കറപ്ഷൻ ഒക്കെ തന്നെ തടയുക എന്നുള്ള ലക്ഷ്യമായിരുന്നു ഇവർക്ക് മുന്നിലുണ്ടായിരുന്നത്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ പതുക്കെ പതുക്കെ ഇവരുടെ റോളുകൾ വർദ്ധിച്ചു വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നിലവിൽ പറയുകയാണെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, മൾട്ടി സ്റ്റേറ്റ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ക്രൈമുകൾ, മൾട്ടി ഏജൻസി, ഇന്റർനാഷണൽ കേസുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള അധികാരമൊക്കെ തന്നെ ആരുടെ കയ്യിലുണ്ട്? സി ബി ഐയുടെ കയ്യിലുണ്ട്. ദെൻ പക്ഷേ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, സി ബി ഇസ് എക്സംപ്റ്റഡ് ഫ്രം ദ പ്രൊവിഷൻസ് ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. നമുക്ക് വിവരാവകാശ നിയമം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സി ബി ഐയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വിവരാവകാശത്തിൽ കിട്ടണമെന്ന് യാതൊരു പ്രൊവിഷൻസും ഇല്ല. ദെൻ സി ബി ഐ ഇസ് ഇന്ത്യസ് ഒഫീഷ്യലി ഡെസിഗ്നേറ്റഡ് സിംഗിൾ പോയിന്റ് ഓഫ് കോൺടാക്ട് ഫോർ ലൈസൺ വിത്ത് ദ ഇന്റർപോൾ. ഇന്റർപോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇന്ത്യയിൽ ഏകോപനം നടത്തുന്ന ആരാന്ന് ചോദിച്ചാൽ ഇറ്റ്സ് സി ബി ഐ. ഓക്കെ, പിന്നെ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം, സി ബി ഐ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയും അല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും അല്ല. ഇറ്റ്സ് നെയ്തർ കോൺസ്റ്റിറ്റ്യൂഷണൽ നോർ എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ബിക്കോസ് സി ബി ഐ സംബന്ധിച്ച ആക്ട് നമ്മൾ കേൾക്കാറുണ്ട്, ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് കേൾക്കാറുണ്ട്. പക്ഷേ ആക്ടിലൂടെ പവർ ഇവർ ഡിറൈവ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ സി ബി ഐ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയും അല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും അല്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ദെൻ സി ബി ഐയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇരിക്കുന്നത് ന്യൂഡൽഹിയിലാണ്. സി ബി ഐയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇരിക്കുന്നത്. ദെൻ ഈ പറഞ്ഞ പോലെ അടുത്തതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നമ്മുടെ ഇവിടെ പറയുവാണെങ്കിൽ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിയാണ്. അല്ലെങ്കിൽ മെയിൻലി ഇവർ ഈ പറഞ്ഞ പോലെ കൈകാര്യം ചെയ്യുന്ന കേസുകൾ നോക്കിക്കഴിഞ്ഞാൽ മണി ലോണ്ടറിംഗ് കേസുകളാണ്, അല്ലെങ്കിൽ എക്കണോമിക് റിലേറ്റഡ് ആയ ക്രൈമുകളും കാര്യങ്ങളൊക്കെ തന്നെ തടയുക എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായിട്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കുന്നത്. ദെൻ മിനിസ്ട്രി എന്ന് പറയുമ്പോഴേക്ക് ഇവർ വരുന്ന മിനിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ അണ്ടർ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. നേരെ തിരിച്ച് സി ബി ഐ ഏതായിരുന്നു? മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻ ആയിരുന്നു. ഇ ഡി മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവരുടെ പ്രൈം ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന രണ്ട് ആക്ടുകളിലൂടെയാണ് ഇവർക്ക് മെയിൻലി ഇവരുടെ അധിക ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് 1999 കീഴിലും പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് 2002 ആണ് ഇവരുടെ ഫംഗ്ഷനിങ് ഉള്ള മെയിൻ റോൾസ് ഡിഫൈൻ ചെയ്യുന്ന ആക്ടുകൾ എന്നുള്ള കാര്യം ഓർത്തിരിക്കും. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി തന്നെയാണ്, കാരണം മെയിൻ ഏജൻസീസിലൊക്കെ തന്നെ ന്യൂഡൽഹിയിലായിരിക്കും. ഇതും ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി തന്നെയാണ്. ബട്ട് ഇ ഡിക്ക് 5 പ്രധാനപ്പെട്ട റീജിയണൽ ഓഫീസുകളുണ്ട്. മുംബൈ, ചെന്നൈ, ചണ്ഡീഗഡ്, കൊൽക്കത്തയും ഡൽഹിയിലുമാണ് ഇവരുടെ എൻഫോഴ്സ്മെന്റ് റീജിയണൽ ഓഫീസുകൾ റൺ ചെയ്യുന്നത്. ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും
CBIയുടെ പോലെ തന്നെ പറയുവാണെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും അല്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയും അല്ല. പക്ഷേ ഇവർക്ക് രണ്ട് ആക്ടുകളുണ്ട്, ഇവരുടെ അധികാരങ്ങൾ ഡിറൈവ് ചെയ്യുന്ന രണ്ട് ആക്ടുകളുണ്ട്, ഫെമയും PMLA-യും, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ബട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും അല്ല എന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കാം. പിന്നെ മറ്റൊരു കാര്യം നോക്കുവാണെങ്കിൽ ഇപ്പൊ CBIക്ക് അല്ലെങ്കിൽ പോലീസിന് കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റും, സ്വമേധയാ കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അവർക്ക് നേരിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് രജിസ്റ്റർ ചെയ്യുന്ന പോലീസ് അല്ലെങ്കിൽ CBIക്ക് മുഖാന്തരമാണ് ഇവർ കേസ് രജിസ്റ്റർ ചെയ്യുന്നുള്ള ഒരു കാര്യം ഒന്ന് മറക്കാതെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ള ചെറിയൊരു വാർത്തയായിരുന്നു. പക്ഷേ അതിന് എക്സാം റിലേറ്റഡ് ആയിട്ട് നമുക്ക് CBIയും അതേപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ചെയ്യണം. ഇതാണ് ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ എന്ന് പറയുവാണെങ്കിൽ ഇത് തന്നെയാണ്. ലേണിംഗ് കർവ് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് മെയിൻലി ഡിസ്കസ് ചെയ്യുന്ന പ്രൈം മിനിസ്റ്റർ ഇന്റേൺഷിപ്പ് സ്കീമിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഇങ്ങനെ ഒരു സ്കീമിന്റെ നിലവിലെ പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസം നേടുന്ന ആളുകളുടെ എണ്ണം ഈ പറഞ്ഞ പോലെ കുറവൊന്നുമല്ല, നല്ല രീതിയിൽ കൂടുന്നൊക്കെയുണ്ട്. പക്ഷേ ഈ വിദ്യാഭ്യാസം കിട്ടിവരുന്ന ആളുകൾക്കൊക്കെ തന്നെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോലി കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. ഒന്നെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻ തുല്യമായുള്ള ജോലി കണ്ടെത്താൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും ജോലി കണ്ടെത്താനായിട്ട് അവർക്ക് സാധിച്ചു തന്നിക്കുന്നില്ല. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിദ്യാഭ്യാസം ഉണ്ട്, ഒബ്വിയസ്ലി അതിന് പ്രശ്നമില്ല. ബട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ നേടിയെടുക്കുന്ന വിദ്യാഭ്യാസത്തിനാണ് പ്രശ്നം ഇരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ ബുക്ക് ഓറിയന്റഡ് ആയിട്ടായിരിക്കും നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരു ടെക്നിക്കൽ നോളജോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു റിയൽ വേൾഡ് എക്സ്പീരിയൻസ് നമുക്ക് നമ്മളിൽ പലർക്കും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നാളെ ഒരു ജോബ്, ഒരു ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ കമ്പനികൾ നമ്മളെ റിക്രൂട്ട് ചെയ്യാൻ പൊതുവെ മടി കാണിക്കും. ബിക്കോസ് നമുക്ക് ശരിയാണ്, നോളജ് ഉണ്ടാവും, ടെക്നിക്കൽ മീൻസ് ബുക്കിഷ് നോളജ് ഉണ്ടാവും, ബട്ട് ഒരു ടെക്നിക്കൽ അല്ലെങ്കിൽ ഒരു റിയൽ വേൾഡ് എക്സ്പീരിയൻസ് നമുക്ക് കണ്ടെക്കില്ല. അങ്ങനെ ഒരാളെ ഈ പറഞ്ഞ പോലെ കമ്പനികളെ അഡോപ്റ്റ് ചെയ്യാനുള്ള കാര്യം അല്ലെങ്കിൽ അവർക്ക് ജോലി നൽകാനുള്ള ഒരു ചാൻസസും വളരെ വളരെ റയർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ അൺഎംപ്ലോയ്മെന്റ് ഒരു മേജർ റീസൺ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ടാണ് ഗവൺമെന്റ് ഈ വർഷം അവതരിപ്പിച്ച ഫുൾ ബഡ്ജറ്റ് ഉണ്ടല്ലോ, റീസെന്റ് അവതരിപ്പിച്ച ആ ഒരു ഫുൾ ബഡ്ജറ്റിനകത്ത് ഇങ്ങനെ ഒരു സ്കീം, ഒരു ഇന്റേൺഷിപ്പ് സ്കീം കൊണ്ടുവരുമെന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിച്ച് മീൻസ് ആ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തി നമ്മുടെ രാജ്യത്ത് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു നല്ലൊരു കമ്പനിയിൽ ഇന്റേൺഷിപ്പ്, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഇന്റേൺഷിപ്പ് സ്കീം റെഡിയാക്കും എന്നുള്ളൊരു കാര്യം ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ ഒക്ടോബർ 3-ാം തീയതി ഗവൺമെന്റ് PM ഇന്റേൺഷിപ്പ് സ്കീം ഗവൺമെന്റ് ലോഞ്ച് ചെയ്തു. അത് 2024 തൊട്ട് തുടങ്ങി 2029 വരെയുള്ള 5 വർഷ കാലയളവിലേക്കായിരിക്കും. 2024 ഡിസംബറിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ തൊട്ട് തുടങ്ങി 2029 ഡിസംബർ വരെയുള്ള 5 വർഷ കാലയളവിലേക്കായിരിക്കും ഈ ഒരു പോളിസി റൺ ചെയ്യുന്നത്. ഇതിന്റെ പൈലറ്റ് ഫേസ് ഈ വർഷം ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ്. ആക്ച്വലി ഈ 5 വർഷത്തിലുടനീളമായിട്ട് 5 കോടി ആളുകൾക്ക്, 5 കോടി കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ, 1 crore, 1 കോടി ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് സൗകര്യങ്ങൾ നൽകണമെന്നാണ് ഗവൺമെന്റ് അവകാശപ്പെടുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഈ വർഷം 2024 ഡിസംബറിൽ തുടങ്ങുന്ന നെക്സ്റ്റ് ഇയർ ഡിസംബർ വരെയുള്ള 1 ഇയർ പീരീഡിലെ പൈലറ്റ് ഫേസ് ആയിട്ട് റൺ ചെയ്തിട്ട് അതിൽ 1.25 ലാക്ക് സ്റ്റുഡൻസിനായിരിക്കും ഇന്റേൺഷിപ്പ് സ്കീമിനുള്ള സൗകര്യങ്ങൾ ഗവൺമെന്റ് റെഡിയാക്കാനായിട്ട് പോകുന്നത്. എനിവേ, അങ്ങനെ ഈ പറഞ്ഞ പോലെ പൈലറ്റ് ഫേസിൽ നടത്തി അതിനെ ഫ്ലെഡ്ജിലാക്കി ഫോർ ദ 5 ഇയേഴ്സ്, ഈ ഒരു വരുന്ന 5 വർഷത്തേക്ക് നടപ്പാക്കി ഏകദേശം 1 കോടി ആളുകൾക്ക്, കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് സ്കീം നൽകാനായിട്ടായിരിക്കും ഗവൺമെന്റ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ വിശദാംശങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം, കാരണം അത് അപ്കമിംഗ് ആയിട്ടുള്ള ഫിലിംസിനൊക്കെ തന്നെ ആവശ്യമായിട്ട് വന്നേക്കാം. Okay, so PM ഇന്റേൺഷിപ്പ് സ്കീം വാസ് റീസെന്റ് ലോഞ്ച് ഓൺ ഒക്ടോബർ 3-ലാണ് ലോഞ്ച് ചെയ്തത്. അത് നമ്മുടെ ബഡ്ജറ്റ് സ്പീച്ചിനകത്ത് ഉണ്ടായിരുന്നതാണ്. ഈ സ്കീമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് 1 കോടി യുവാക്കൾക്ക്, യങ് ഇൻഡിവിജ്വൽസിന് ഈ പറഞ്ഞ പോലെ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇൻ ദ ടോപ്പ് 500 കമ്പനീസ്, നമ്മുടെ രാജ്യത്തുള്ള പ്രധാനപ്പെട്ട 500 കമ്പനികളിലായിരിക്കും ഇതിനൊരു അവസരം ഒരുക്കുന്നത് ഓവർ ദ നെക്സ്റ്റ് 5 ഇയേഴ്സ്. സോ ഈ സ്കീമിലൂടെ പ്രധാനമായിട്ടും വരുന്ന യൂത്ത് എംപ്ലോയ്മെന്റ് ആണ് ലക്ഷ്യം വെക്കുന്നത്, നമ്മൾ കണ്ടു. അതിലൂടെ ഈ പറഞ്ഞ പോലെ ഇന്റേൺഷിപ്പ് സ്കീം കിട്ടുന്നതിലൂടെ യുവാക്കൾക്കാണെങ്കിൽ റിയൽ വേൾഡ് ബിസിനസ് എൻവയോൺമെന്റിലേക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടുകയാണ്, എക്സ്പോഷർ കിട്ടുകയാണ്. ആ എക്സ്പോഷർ ആയിരിക്കും ഭാവിയിൽ അവർക്ക് പുതിയ നല്ല നല്ല ജോലികൾ നേടിയെടുക്കാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ നിലവിലുള്ള ആ ഒരു സ്കിൽ ഗ്യാപ്പ് ഈ പറഞ്ഞ പോലെ നമുക്ക് നികത്തിയെടുക്കാനായിട്ട് സാധിക്കും. ദെൻ ഇതിന്റെ ബേസിക് ഒബ്ജക്റ്റീവ് 1 crore യൂത്ത് ആണ് ഓവർ ദ 5 ഇയേഴ്സ്, ടോപ്പ് 500 കമ്പനീസിലായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഒരു പൈലറ്റ് ഫേസിൽ ഈ വർഷം കണ്ടക്ട് ചെയ്യുന്നു. അതിനുള്ള ഓൺലൈൻ പോർട്ടൽ ഈ മാസം പകുതിയോടുകൂടി സ്റ്റാർട്ട് ആവുമെന്നാണ് അറിയപ്പെടുന്നത്. മീൻസ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് ഒക്ടോബർ പകുതിയോടുകൂടി സ്റ്റാർട്ട് ആവുമെന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഓൺലൈൻ പോർട്ടൽ മാനേജ് ചെയ്യുന്ന മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആയിരിക്കും എന്നുള്ള കാര്യം കൊണ്ട് ഓർത്ത് വെച്ചേക്കാം. ദെൻ ഈ സ്കീമിൽ ഉൾപ്പെട്ട് കിട്ടുന്ന മീൻസ് ഇന്റേൺഷിപ്സ് കിട്ടുന്ന കുട്ടികൾക്ക് പെർ മന്ത് 5,000 റുപ്പീസിന്റെ സ്റ്റൈഫൻഡ് ആയിരിക്കും ഉണ്ടാവും. മീൻസ് ഇയർലി 60,000 റുപ്പീസിന്റെ സ്റ്റൈഫൻഡ്, പെർ മന്ത് 5,000 റുപ്പീസിന്റെ സ്റ്റൈഫൻഡ് ആണ്. ആ 5,000-ൽ 4,500 ഗവൺമെന്റ് പേ ചെയ്യും. ബാക്കി 500 രൂപ ഈ പറഞ്ഞ പോലെ ആ ഒരു ഇന്റേൺഷിപ്പ് നൽകുന്ന കമ്പനി ആയിരിക്കണം പേ ചെയ്യേണ്ടത്. കാരണം കമ്പനികൾക്ക് അധികം ബർഡൻ വരാതിരിക്കാനായിട്ടാണ് ഈ ഒരു പ്രൊവിഷൻ ചെയ്തിരിക്കുന്നത്. മേജർ എമൗണ്ടും ഗവൺമെന്റ് തന്നെയാണ്. 500 റുപ്പീസ് കമ്പനി ആയിരിക്കും കൊടുക്കുന്നത്. ഇതിൽ ഈ പറഞ്ഞ പോലെ 500 റുപ്പീസ് കമ്പനി കൊടുക്കുന്ന 500
റുപ്പീസ് ഇത് അവർക്ക് കമ്പനിയുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിൽ നിന്നും എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. കാരണം സമൂഹത്തിന്റെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഈ CSR ഫണ്ടുകൾ. ആ ഫണ്ടിൽ ഉപയോഗിച്ച് ഈ 500 റുപ്പീസ് കമ്പനികൾക്ക് ആ ഇന്റേൺഷിപ്പ് സ്റ്റുഡൻസിന് കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വൺ ടൈം ഗ്രാൻഡ് ഓഫ് ₹6,000 ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ പ്രൈം മിനിസ്റ്റർ ജീവൻ ജ്യോതി ഭീമ യോജന, PM സുരക്ഷാ ഭീമ യോജന തുടങ്ങിയ ഇൻഷുറൻസുകളുടെ കവറേജും കിട്ടുന്നതായിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇന്റേൺഷിപ്പ് പീരീഡ് 1 ഇയർ ആണ്, ഒരു വർഷത്തേക്കായിരിക്കും ഇന്റേൺഷിപ്പ് പീരീഡ് ഉണ്ടാവുക. ഇത് ആർക്കൊക്കെയാണ് എലിജിബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 21 മുതൽ 24 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഇതിനകത്ത് എലിജിബിൾ ആയിട്ട് ചേരാനായിട്ട് സാധിക്കുന്നത്. ആ എലിജിബിലിറ്റി എന്ന് പറയുമ്പോഴേക്കും ഡിഗ്രി അങ്ങനെ പറയുന്നില്ല, ക്ലാസ് 10 ഓർ ഹയർ ആയാൽ മതി. ക്ലാസ് 10 ഓർ ഹയർ ആയിട്ടുള്ള ആളുകൾക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ പ്രകാരം ഈ പറഞ്ഞ സെലക്ട് ആവുകയാണെങ്കിൽ ഇന്റേൺഷിപ്പ് സ്കീമുകൾ കിട്ടുന്നതായിരിക്കും. ദെൻ ഇൻഡിവിജ്വൽ ഫ്രം ഫാമിലീസ് വിത്ത് ഗവൺമെന്റ് ജോബ്സ്, നമ്മുടെ കുടുംബത്തിൽ ഗവൺമെന്റ് ജോബ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ രീതിയിൽ ഇന്റേൺഷിപ്പ് കിട്ടാനുള്ള ചാൻസസ് ഇല്ല. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഓപ്പൺ ടു പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനും ഈ ഒരു ഇന്റേൺഷിപ്പ് സ്കീം നിലവിൽ സൗകര്യം ഉണ്ടാവില്ല. എനിവേ ഈ പറഞ്ഞ പോലെ ഇതിൽ പ്രകാരം ഈ പറഞ്ഞ പോലെ കാൻഡിഡേറ്റ് ഹ്യൂ ഗ്രാജുവേറ്റഡ് ഫ്രം പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് സച്ച് ആസ് IIT, IIM, ISER അല്ലെങ്കിൽ CA, CMA ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളാണെങ്കിലും ഈ സ്കീം പ്രകാരം എലിജിബിലിറ്റി കിട്ടത്തില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അതേപോലെ തന്നെ ഫാമിലിയുടെ ഇൻകം 8 ലാക്സിന് മുകളിലാണെങ്കിൽ 23-24 ഫിനാൻഷ്യൽ ഇയറിൽ 8 ലാക്സിന് മുകളിലാണെങ്കിലും നമുക്ക് ഈ സ്കീം പ്രകാരം അഡ്മിഷൻ കിട്ടുന്നതായിരിക്കത്തില്ല. ദെൻ അത്രയും കാര്യങ്ങളാണ് മെയിൻലി ഓർത്തിരിക്കേണ്ടത്. ബിക്കോസ് ഈ പ്രൊവിഷൻസ് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ബിക്കോസ് സ്കീം ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും എങ്ങനെ ചോദ്യങ്ങൾ വരികയാണെങ്കിൽ ഈ പറഞ്ഞ പ്രൊവിഷൻസ് പ്രകാരം ചോദ്യങ്ങൾ ചിലപ്പോൾ വരാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളിൽ നിന്നും മാറി ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഇല്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെയുള്ള കുട്ടികൾക്കാണ്, മീൻസ് ഏജ് 21-24 ഇടയിലായിരിക്കണം, 10ാം ക്ലാസ്സിന് മുകളിലുള്ള കുട്ടികളായിരിക്കണം, പിന്നെ താഴത്തേക്ക് ഈ പറഞ്ഞ പോലെ പറഞ്ഞ എക്സ്ക്ലൂഷൻസ് മാറിക്കഴിഞ്ഞ് ഉള്ള കുട്ടികൾക്ക് കൃത്യമായിട്ടും ഈ ഒരു ഇന്റേൺഷിപ്പ് സ്കീം പ്രകാരം അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും. ടോപ്പ് 500 കമ്പനീസിലായിരിക്കും അതിന് ഉണ്ടാവുക. അതിനകത്ത് വേണമെങ്കിൽ ബാങ്കുകൾക്കും താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് വന്ന് ജോയിൻ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. മീൻസ് കമ്പനീസ് മാത്രമായിരിക്കത്തില്ല, ബാങ്കുകൾ, NBFCs ഇവർക്കും വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഈ സ്കീമിനകത്ത് PM ഇന്റേൺഷിപ്പ് സ്കീമിനകത്ത് വേണമെങ്കിൽ ജോയിൻ ചെയ്യാമെന്നുള്ള കാര്യവും നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോ എനിവേ ഇതിൽ കിട്ടുന്ന കുട്ടികൾക്ക് പെർ മന്ത് 5,000 ആയിരിക്കും സ്റ്റൈഫൻഡ്. അതിൽ 4,500 ഗവൺമെന്റും ബാക്കി 5,000 ആയിരിക്കും കമ്പനി പേ ചെയ്യുന്നത്. കമ്പനിക്ക് ആ പേയ്മെന്റ് അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ച് പേയ്മെന്റ് നടത്താമെന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. ഇത്രയാണ് ഇന്നത്തെ ആർട്ടിക്കിൾസ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ഇനി നമ്മുടെ ഒരു പ്രിലിംസിന് MCQ ആണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു 3 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻസ് വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ 3 സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് കൃത്യമായിട്ടും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്ത് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്